2012-ലെ കണക്കനുസരിച്ച് മാങ്ങ, മാംഗോസ്റ്റിൻ, പേരക്ക എന്നിവയുൾപ്പെടെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഇന്ത്യ. 2012-ൽ മാങ്ങ, മാംഗോസ്റ്റിൻ, പേരക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ ആഗോള ഉത്പാദനത്തിൽ ഇന്ത്യയായിരുന്നു മുന്നിൽ. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥ ഈ പഴങ്ങൾ കൃഷി ചെയ്യാൻ അനുയോജ്യമാണ്. ഇന്ത്യയിലെ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ ഈ പഴവർഗ്ഗങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഫാഒയുടെ പൂർണ്ണരൂപം എന്താണ്? അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ, റോം, ഇറ്റലി. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഫാഒ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ്. ലോകമെമ്പാടുമുള്ള വിശപ്പില്ലായ്മ ഇല്ലാതാക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കാർഷിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് പ്രവർത്തിക്കുന്നു. 1945 ഒക്ടോബർ 16-നാണ് ഇത് സ്ഥാപിതമായത്. ചാഡിന്റെ തലസ്ഥാനം എന്താണ്? ജമേന. ചാഡ് രാജ്യത്തിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ജമേന. ചാരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. ഭൂമി തണുക്കുകയും അതിന്റെ അന്തരീക്ഷവും സമുദ്രങ്ങളും രൂപപ്പെടുകയും ചെയ്തത് എപ്പോഴാണ്? ഹേഡിയൻ പ്രിസ്കോയൻ ഇയോണിൽ ഏകദേശം 4600 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ഭൂമിയുടെ ഉത്ഭവത്തിനുശേഷമുള്ള ആദ്യത്തെ ഭൗമശാസ്ത്രപരമായ കാലഘട്ടമാണ് ഹേഡിയൻ ഇയോൺ. ഈ സമയത്താണ് ഭൂമി അതിന്റെ പ്രാഥമിക ഘടന രൂപപ്പെടുത്തുകയും വൻതോതിൽ തണുക്കുകയും ചെയ്തത്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ജലം ഉപരിതലത്തിലെത്തുകയും ഘനീഭവിച്ച് സമുദ്രങ്ങൾ രൂപപ്പെടുകയും ചെയ്തു. ഭൂമിയുടെ ആകെ ഉപരിതല വിസ്തീർണം എത്രയാണ്? 51,01,500,000 ചതുരശ്ര കിലോമീറ്റർ. ഭൂമിയുടെ ആകെ ഉപരിതല വിസ്തീർണം ഏകദേശം 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇതിൽ ഭൂരിഭാഗവും ജലത്താൽ ആവൃതമാണ്. ചാഡിന്റെ കറൻസി എന്താണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. മധ്യ ആഫ്രിക്കൻ സാമ്പത്തിക സമൂഹത്തിലെ CMAC അംഗമായ ചാഡ് സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക് XAF ആണ് കറൻസിയായി ഉപയോഗിക്കുന്നത്. ഈ കറൻസി ഫ്രഞ്ച് ട്രഷറിയുമായി ഒരു നിശ്ചിത വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഭൂമിയിൽ ആദ്യത്തെ ഏകകോശ ജീവികൾ പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ്? ആർച്ചിയൻ ഇയോണിൽ ഏകദേശം 3800 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആർച്ചിയൻ ഇയോൺ ഭൂമിയുടെ ആദ്യകാല ജീവൻ രൂപപ്പെട്ട കാലഘട്ടമാണ്. ഏകകോശ ബാക്ടീരിയകളും ആർക്കിയകളും സമുദ്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കാലഘട്ടത്തിലാണ് ഫോട്ടോസിന്തസിസ് പോലുള്ള ജൈവപ്രക്രിയകൾ ആരംഭിച്ചത്. ഇത് അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവിനെ സ്വാധീനിച്ചു. ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണത്തിന്റെ എത്ര ശതമാനം കരയാണ്? 29.08%. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിന്റെ ഏകദേശം 29.08% കരപ്രദേശമാണ്. ശേഷിക്കുന്ന ഭാഗം ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ചിലിയുടെ തലസ്ഥാനം എന്താണ്? സാന്റിയാഗോ. ആൻഡിസ് പർവ്വതനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ചിലിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സാന്റിയാഗോ. രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാണിത്. ഏത് ഭൗമശാസ്ത്രപരമായ ഇയോണിലാണ് ആദ്യത്തെ ബഹുകോശ ജീവികൾ പ്രത്യക്ഷപ്പെട്ടത്? പ്രോടെറോസോയിക് ഇയോണിൽ ഏകദേശം 2500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. പ്രോടെറോസോയിക് ഇയോൺ ജീവന്റെ പരിണാമത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സങ്കീർണമായ ബഹുകോശ ജീവികൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. ഇത് പിന്നീട് കാംബ്രിയൻ വിസ്ഫോടനത്തിലേക്കും ജീവന്റെ വൈവിധ്യവൽക്കരണത്തിലേക്കും നയിച്ചു. ഓക്സിജന്റെ അളവ് ക്രമേണ വർദ്ധിച്ചതും ഈ കാലഘട്ടത്തിലാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു? 70.92%. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 70.92% വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും സമുദ്രങ്ങൾ, കടലുകൾ, തടാകങ്ങൾ, നദികൾ എന്നിവ ഉൾപ്പെടുന്നു. ഈ വലിയ ജലസാന്നിധ്യം കാരണം ഭൂമിയെ നീലഗ്രഹം എന്നും വിളിക്കുന്നു. ചിലിയുടെ കറൻസി എന്താണ്? ചിലിയൻ പെസോ. ചിലിയൻ പെസോ CLP ആണ് തെക്കേ അമേരിക്കൻ രാജ്യമായ ചിലിയുടെ ഔദ്യോഗിക കറൻസി. രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണിത്.
ഫംഗസുകളുടെ ആദ്യകാല തെളിവുകൾ ഭൗമശാസ്ത്രപരമായ രേഖകളിൽ എപ്പോഴാണ് കാണപ്പെടുന്നത്? കാംബ്രിയൻ കാലഘട്ടത്തിൽ, ഏകദേശം 570 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. കാംബ്രിയൻ കാലഘട്ടം, കാംബ്രിയൻ വിസ്ഫോടനം എന്നറിയപ്പെടുന്ന ഒരു വലിയ ജൈവ വൈവിധ്യവൽക്കരണത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ കാലഘട്ടത്തിലാണ് മിക്ക ആധുനിക മൃഗഫൈലങ്ങളും പ്രത്യക്ഷപ്പെട്ടത്. ഫംഗസുകളുടെ ആദ്യകാല തെളിവുകളും ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് സസ്യങ്ങളുടെയും മറ്റ് ജീവികളുടെയും പരിണാമത്തിനു മുമ്പുള്ള പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഭൂമിയുടെ ഏകദേശ മധ്യരേഖാ വ്യാസം എത്രയാണ്? 12755 കിലോമീറ്റർ. ഭൂമിയുടെ മധ്യരേഖാ ഭാഗത്തുള്ള വ്യാസമാണിത്. ഭ്രമണം കാരണം ഭൂമിക്ക് ധ്രുവങ്ങളിൽ അല്പം പരന്നതും മധ്യരേഖയിൽ വീർത്തതുമായ ആകൃതിയാണുള്ളത്. അതിനാൽ ധ്രുവീയ വ്യാസത്തേക്കാൾ കൂടുതലാണ് മധ്യരേഖാ വ്യാസം. ചൈനയുടെ തലസ്ഥാനം എന്താണ്? ബെയ്ജിംഗ്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയുടെ തലസ്ഥാനമാണ് ബെയ്ജിംഗ്. ഇത് ചൈനയുടെ രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ കേന്ദ്രവും ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണ്. ഏകദേശം 505 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വംശനാശ സംഭവത്തിന് തെളിവുകൾ കണ്ട ഭൗമശാസ്ത്രപരമായ കാലഘട്ടം ഏതാണ്? ഓർഡോവിഷ്യൻ കാലഘട്ടം. ഓർഡോവിഷ്യൻ കാലഘട്ടം പാലിയോസോയിക് യുഗത്തിലെ രണ്ടാമത്തെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തിൽ, ഏകദേശം 443 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, ഭൂമിയിലെ ഏറ്റവും വലിയ വംശനാശങ്ങളിൽ ഒന്ന് സംഭവിച്ചു. ഈ സംഭവം ഗ്രഹത്തിലെ സമുദ്രജീവികളെ കാര്യമായി ബാധിക്കുകയും നിരവധി ജീവിവർഗങ്ങൾ നശിക്കാൻ കാരണമാകുകയും ചെയ്തു. ഭൂമിയുടെ ഏകദേശ ധ്രുവീയ വ്യാസം എത്രയാണ്? 12712 കിലോമീറ്റർ. ഭൂമിയുടെ ധ്രുവങ്ങളിലൂടെയുള്ള വ്യാസമാണിത്. ധ്രുവങ്ങളിൽ ഭൂമി അല്പം പരന്നിരിക്കുന്നതിനാൽ മധ്യരേഖാ വ്യാസത്തേക്കാൾ കുറവാണ് ധ്രുവീയ വ്യാസം. ഇത് ഭൂമിയുടെ ആകൃതിയെ ഒബ്ലേറ്റ് സ്ഫിയറോയിഡ് സൂചിപ്പിക്കുന്നു. ചൈനയുടെ കറൻസി എന്താണ്? ചൈനീസ് യുവാൻ. ചൈനയുടെ ഔദ്യോഗിക കറൻസിയാണ് ചൈനീസ് യുവാൻ, സ്നി. ഇതിനെ റെൻമിൻബി, ആർഎംബി എന്നും അറിയപ്പെടുന്നു. ആഗോള സാമ്പത്തിക മേഖലയിൽ ശക്തമായ സ്വാധീനമുള്ള കറൻസിയാണിത്. ആദ്യത്തെ പ്രാണികളും കരസസ്യങ്ങളും താടിയെല്ലുകളുള്ള മത്സ്യങ്ങളും പ്രത്യക്ഷപ്പെട്ട ഭൗമശാസ്ത്രപരമായ കാലഘട്ടം ഏതാണ്? സിലൂറിയൻ കാലഘട്ടം, ഏകദേശം 438 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. സിലൂറിയൻ കാലഘട്ടം സമുദ്രജീവികളുടെ വൈവിധ്യവൽക്കരണത്തിനും കരജീവികളുടെ ആദ്യകാല പരിണാമത്തിനും പ്രധാനമാണ്. ഈ കാലഘട്ടത്തിലാണ് സസ്യങ്ങൾ കരയിൽ വ്യാപകമായി വളരാൻ തുടങ്ങിയതും ആദ്യത്തെ പ്രാണികളും താടിയെല്ലുകളുള്ള മത്സ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടതും. ഇത് കരയിലെ ജീവന്റെ വികാസത്തിന് ഒരു വഴിത്തിരിവായിരുന്നു. ഭൂമിയുടെ ഏകദേശ മധ്യരേഖാ ചുറ്റളവ് എത്രയാണ്? 40,075 കിലോമീറ്റർ. ഭൂമിയുടെ മധ്യരേഖയിലൂടെയുള്ള ചുറ്റളവാണിത്. ഈ അളവാണ് ദൂരങ്ങളും അക്ഷാംശ രേഖകളും കണക്കാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമായി വർത്തിക്കുന്നത്. കൊളംബിയയുടെ തലസ്ഥാനം എന്താണ്? ബൊഗോട്ട. ആൻഡിസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബൊഗോട്ട. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്നു. ഏത് ഭൗമശാസ്ത്രപരമായ കാലഘട്ടമാണ് മത്സ്യങ്ങളുടെ യുഗം എന്നറിയപ്പെടുന്നത്? ആദ്യത്തെ കരജീവികൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? ഡെവോണിയൻ കാലഘട്ടം. ആദ്യത്തെ കരജീവികൾ ഏകദേശം 408 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെട്ടു. ഡെവോണിയൻ കാലഘട്ടം സമുദ്രങ്ങളിലെ മത്സ്യങ്ങളുടെ വലിയ വൈവിധ്യവൽക്കരണത്തിന് പേരുകേട്ടതാണ്. അതിനാലാണ് ഇത് മത്സ്യങ്ങളുടെ യുഗം എന്നറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലാണ് മത്സ്യങ്ങളിൽ നിന്ന് ഉഭയജീവികളായി പരിണമിച്ച ആദ്യത്തെ കരജീവികൾ പ്രത്യക്ഷപ്പെടുന്നത്. കരയിലെ സസ്യജാലങ്ങളും ഗണ്യമായി വികസിച്ചു. ഭൂമിയുടെ ഏകദേശ മധ്യരേഖ ആരം എത്രയാണ്? 6377 കിലോമീറ്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് മധ്യരേഖയിലേക്കുള്ള ദൂരമാണിത്. വ്യാസത്തിന്റെ പകുതിയാണ് ആരം. ഇത് ഭൂമിയുടെ വലുപ്പത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന അളവാണ്. കൊളംബിയയുടെ കറൻസി എന്താണ്? കൊളംബിയൻ പെസോ. കൊളംബിയയുടെ ഔദ്യോഗിക കറൻസിയാണ് കൊളംബിയൻ പെസോ. ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സാമ്പത്തിക, ഭൂമിശാസ്ത്രപരമായ പഠനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ആദ്യ ഉരകങ്ങൾ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്?
കാർബോണിഫെറസ് കാലഘട്ടത്തിൽ ഏകദേശം 360 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യ ഉരഗങ്ങൾ കാർബോണിഫെറസ് കാലഘട്ടത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ കാലഘട്ടം ഏകദേശം 360 മുതൽ 300 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്നു. വരണ്ട കരഭൂമിയിൽ ജീവിക്കാൻ കഴിവുള്ള ജീവികളുടെ പരിണാമത്തിലെ ഒരു സുപ്രധാന ചുവടുവപ്പായിരുന്നു ഇത്. ഭൂമിയുടെ ഏകദേശ മൊത്തം പിണ്ഡം എത്രയാണ്? 5.98 ഘാതം 24 കിലോഗ്രാം. ഭൂമിയുടെ മൊത്തം ദ്രവ്യത്തിന്റെ അളവാണിത്. ഈ പിണ്ഡം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ നിർണ്ണയിക്കുകയും ബഹിരാകാശത്തിലെ അതിന്റെ ചലനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. കൊമോറോസിന്റെ തലസ്ഥാനം എന്താണ്? മൊറോണി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് കൊമോറോസ്. മൊറോണിയാണ് അതിന്റെ തലസ്ഥാനം. ഇത് ഭൂമിശാസ്ത്രപരമായ പൊതുവിജ്ഞാനത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ഏത് ഭൗമശാസ്ത്ര കാലഘട്ടമാണ് ഉഭയജീവികളുടെ യുഗം എന്നറിയപ്പെടുന്നത്? പെർമിയൻ കാലഘട്ടം, ഏകദേശം 286 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്. പെർമിയൻ കാലഘട്ടം ഏകദേശം 299 മുതൽ 252 ദശലക്ഷം വർഷം മുൻപ് വരെ നീണ്ടുനിന്നു. ഉഭയജീവികളുടെ വൈവിധ്യവൽക്കരണത്തിന് പേരുകേട്ടതാണ്. ഈ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടവംശനാശം സംഭവിച്ചു. ഇത് ഉഭയജീവികളുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചു. ഭൂമിയുടെ ഏകദേശ പ്രായം എത്രയാണ്? 4500 ദശലക്ഷം വർഷം, അല്ലെങ്കിൽ 4.5 ബില്യൺ വർഷം. റേഡിയോമെട്രിക് ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ രീതികളിലൂടെയാണ് ഭൂമിയുടെ പ്രായം കണക്കാക്കുന്നത്. സൗരയൂഥം രൂപപ്പെട്ടതിനു ശേഷമുള്ള ഭൂമിയുടെ നിലനിൽപ്പിന്റെ കാലഘട്ടമാണിത്. കൊമോറോസിന്റെ കറൻസി എന്താണ്? കൊമോറിയൻ ഫ്രാങ്ക്. കൊമോറോസിന്റെ ഔദ്യോഗിക കറൻസിയാണ് കൊമോറിയൻ ഫ്രാങ്ക്. വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ മത്സര പരീക്ഷകളിൽ സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ്. സൂര്യനു ചുറ്റും ഭൂമിയുടെ ഏകദേശ ഭ്രമണ വേഗത എത്രയാണ്? 1,07,218 കിലോമീറ്റർ മണിക്കൂർ. ഭൂമി സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്ന ശരാശരി വേഗതയാണിത്. ഈ ഭ്രമണം ഋതുക്കൾക്ക് കാരണമാകുകയും 1 വർഷം എന്ന സമയപരിധി നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനം എന്താണ്? കിൻഷാസ. മധ്യ ആഫ്രിക്കയിലെ ഒരു വലിയ രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. കിൻഷാസയാണ് അതിന്റെ തലസ്ഥാനം. ഇത് കോങ്കോ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ മൊത്തത്തിൽ പിണ്ഡമനുസരിച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഇരുമ്പ്, ഏകദേശം 32.5%. ഭൂമിയുടെ അകക്കാമ്പിൽ ഇരുമ്പിന്റെ സാന്ദ്രത കൂടുതലായതിനാലാണ് ഇത് മൊത്തം പിണ്ഡത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകമായി മാറുന്നത്. ഭൂമിയുടെ കാന്തികക്ഷേത്രത്തിന് ഇത് ഒരു പ്രധാന കാരണമാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കറൻസി എന്താണ്? കോങ്കോളീസ് ഫ്രാങ്ക്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഔദ്യോഗിക കറൻസിയാണ് കോങ്കോളീസ് ഫ്രാങ്ക്. ലോകരാജ്യങ്ങളിലെ പ്രധാന കറൻസികൾ മത്സര പരീക്ഷകൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിവരമാണ്. ഭൂമിയിൽ പിണ്ഡമനുസരിച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 4 മൂലകങ്ങൾ, അവയുടെ അളവിന്റെ ക്രമത്തിൽ ഏതെല്ലാം? ഇരുമ്പ് 32.5%, ഓക്സിജൻ 29.8%, സിലിക്കൺ 15.6%, മഗ്നീഷ്യം 13.9%. ഈ മൂലകങ്ങൾ ചേർന്നാണ് ഭൂമിയുടെ പ്രധാന ഭാഗങ്ങളായ പുറംതോടും മാന്റിലും അകക്കാമ്പും രൂപപ്പെട്ടിരിക്കുന്നത്. ഇവയുടെ അളവ് ഭൂമിയുടെ ഭൗതികവും രാസപരവുമായ സ്വഭാവങ്ങളെ നിർണ്ണയിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനം എന്താണ്? ബ്രാസ്സവില്ലെ. ആഫ്രിക്കൻ രാജ്യമായ റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ തലസ്ഥാനമാണ് ബ്രാസ്സവില്ലെ. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിൻഷാസയ്ക്ക് എതിർവശത്തായി കോങ്കോ നദിക്ക് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഘടനയിലെ പ്രധാനപ്പെട്ട 3 പാളികൾ ഏതെല്ലാം? പുറംതോടി, ക്രസ്റ്റ്, മാന്റിൽ, മാന്റൽ, അകക്കാമ്പ്, കോർ. ഈ 3 പാളികളാണ് ഭൂമിയുടെ ഉൾഭാഗം രൂപീകരിക്കുന്നത്. ഓരോ പാളിക്കും അതിന്റേതായ രാസഘടനയും ഭൗതിക സവിശേഷതകളുമുണ്ട്. ഇവ ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ ഭൗമ പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കറൻസി എന്താണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്.
റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഔദ്യോഗിക കറൻസിയാണ് സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ഇത് മധ്യ ആഫ്രിക്കയിലെ നിരവധി രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പൊതു കറൻസിയാണ്. ഭൂമിയുടെ ഉൾക്കാമ്പ് എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ബാഹ്യ ഉൾക്കാമ്പ്, ദ്രാവകാവസ്ഥയിലുള്ള ഭാഗം, ആന്തരിക ഉൾക്കാമ്പ്, ഖരാവസ്ഥയിലുള്ള ഭാഗം. ഭൂമിയുടെ ഘടനയിൽ ഉൾക്കാമ്പ് ഏറ്റവും ആഴത്തിലുള്ള ഭാഗമാണ്. ഇതിനെ ദ്രാവകാവസ്ഥയിലുള്ള ബാഹ്യ ഉൾക്കാമ്പെന്നും ഖരാവസ്ഥയിലുള്ള ആന്തരിക ഉൾക്കാമ്പെന്നും തരംതിരിക്കുന്നു. ഈ തരംതിരിവ് ഭൂമിയുടെ കാന്തികക്ഷേത്രത്തെയും ഗ്രഹത്തിന്റെ ഊർജ്ജത്തെയും കുറിച്ചുള്ള പഠനങ്ങൾക്ക് പ്രധാനമാണ്. കോസ്റ്റാറിക്കയുടെ തലസ്ഥാനം എന്താണ്? സാൻ ഹോസെ. മധ്യ അമേരിക്കയിലെ ഒരു രാജ്യമാണ് കോസ്റ്റാറിക്ക. സാൻ ഹോസെയാണ് അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും. ഇത് ഭൂമിശാസ്ത്രപരമായ പൊതുവിജ്ഞാനത്തിൽ പ്രധാനമാണ്. ഭൂമിയുടെ ഏറ്റവും മുകളിലെ പാളി ഏതാണ്? ഭൗമോപരിതലം, ക്രസ്റ്റ്. ഭൗമോപരിതലം അഥവാ ക്രസ്റ്റ് എന്നത് ഭൂമിയുടെ ഏറ്റവും പുറം പാളിയാണ്. ഇത് പാറകളാൽ നിർമ്മിതവും ജീവൻ നിലനിൽക്കുന്നതുമായ ഭാഗമാണ്. സമുദ്രങ്ങളുടെ അടിത്തട്ടിലും കരയിലും ഇതിന്റെ ഘടനയിലും കനത്തിലും വ്യത്യാസങ്ങളുണ്ട്. കോസ്റ്റാറിക്കയുടെ കറൻസി എന്താണ്? കോളൻ. കോസ്റ്റാറിക്കയുടെ ഔദ്യോഗിക കറൻസിയാണ് കോളൻ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുള്ള അറിവ് മത്സര പരീക്ഷകളിൽ പൊതുവെ ആവശ്യമാണ്. ഭൂമിയുടെ ഭൗമോപരിതലത്തിന്റെ ഏകദേശ കനം എത്രയാണ്? 5 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ. ഭൂമിയുടെ ഭൗമോപരിതലത്തിന്റെ കനം എല്ലായിടത്തും ഒരുപോലെയല്ല. സമുദ്രാന്തർഭാഗങ്ങളിൽ ഇത് ഏകദേശം 5 കിലോമീറ്റർ വരെയും പർവ്വതപ്രദേശങ്ങളിലും വൻകരകളിലും 30-60 കിലോമീറ്റർ വരെയും കനം കൂടിയതുമാണ്. ഇത് ഭൗമശാസ്ത്ര പഠനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. കോട്ട് ഡി ഐവോയറിന്റെ ഐവറി കോസ്റ്റ് രാഷ്ട്രീയ തലസ്ഥാനം എന്താണ്? യാമൂസുക്രോ. പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ കോട്ട് ഡി ഐവോയറിന്റെ ഐവറി കോസ്റ്റ് രാഷ്ട്രീയ തലസ്ഥാനമാണ് യാമൂസുക്രോ. അബിദജാനാണ് അതിന്റെ സാമ്പത്തിക തലസ്ഥാനം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ ഏകദേശം എത്ര ശതമാനമാണ് ഭൗമോപരിതലം? ഏകദേശം 1%. ഭൂമിയുടെ ആകെ വ്യാപ്തത്തിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഭൗമോപരിതലം, ക്രസ്റ്റ്, ഉൾക്കൊള്ളുന്നത്, ഏകദേശം 1%. അതേസമയം മാൻഡിൽ ഏകദേശം 84%വും ഉൾക്കാമ്പ് ഏകദേശം 15%വും വ്യാപ്തം വഹിക്കുന്നു. ഭൂമിയുടെ ഏറ്റവും നേർത്തതും ഏറ്റവും ഉപരിതലത്തിലുള്ളതുമായ പാളിയാണിത്. കോട്ട് ഡി ഐവോയറിന്റെ ഐവറി കോസ്റ്റ് സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? അബിദജാൻ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ കോട്ട് ഡി ഐവോയറിന്റെ ഏറ്റവും വലിയ നഗരവും പ്രധാന സാമ്പത്തിക കേന്ദ്രവുമാണ് അബിദജാൻ. രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും വ്യാവസായിക കേന്ദ്രവും കൂടിയാണിത്. ഭൂമിയുടെ ഭൗമോപരിതലത്തിലെ പ്രധാനപ്പെട്ട 2 തരം തിരിവുകൾ ഏതാണ്? വൻകര ഭൂവൽക്കം, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, സമുദ്ര ഭൂവൽക്കം, ഓഷ്യാനിക് ക്രസ്റ്റ്. ഭൂമിയുടെ ഭൗമോപരിതലത്തെ അതിന്റെ ഘടനയുടെയും സ്ഥാനത്തിന്റെയും അടിസ്ഥാനത്തിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2ആയി തരംതിരിക്കുന്നു. വൻകര ഭൂവൽക്കം സാധാരണയായി കനം കൂടിയതും സാന്ദ്രത കുറഞ്ഞതുമാണ്. അതേസമയം സമുദ്ര ഭൂവൽക്കം കനം കുറഞ്ഞതും സാന്ദ്രത കൂടിയതുമാണ്. ഈ വ്യത്യാസങ്ങൾ പ്ലേറ്റ് ടെക്ടോണിക്സിലും ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നു. കോട്ട് ഡി ഐവോയറിന്റെ ഐവറി കോസ്റ്റ് കറൻസി ഏതാണ്? വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. വെസ്റ്റ് ആഫ്രിക്കൻ CFA ഫ്രാങ്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ 8 രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന കറൻസിയാണ്. ഈ രാജ്യങ്ങളെല്ലാം വെസ്റ്റ് ആഫ്രിക്കൻ മോണിറ്ററി യൂണിയനിൽ അംഗങ്ങളാണ്. വൻകര ഭൂവൽക്കത്തിന്റെ ഏകദേശ കനം എത്രയാണ്? 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ. വൻകര ഭൂവൽക്കം ഭൂമിയുടെ ഭൗമോപരിതലത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇതിന് സമുദ്ര ഭൂവൽക്കത്തേക്കാൾ കൂടുതൽ കനമുണ്ട്. സാധാരണയായി 30 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ കനം. പർവ്വതനിരകളുടെ അടിയിൽ ഇത് 70 കിലോമീറ്റർ വരെ കനം കൂടാറുണ്ട്. ക്രൊയേഷ്യയുടെ തലസ്ഥാനം ഏതാണ്? സാഗ്രെബ്. മധ്യ യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സാഗ്രെബ്. ഇത് രാജ്യത്തിന്റെ പ്രധാന സാംസ്കാരികവും സാമ്പത്തികവുമായ കേന്ദ്രമാണ്.
വൻകര ഭൂവൽക്കം പ്രധാനമായും ഏതുതരം പാറകളാൽ നിർമ്മിതമാണ്? ഗ്രാനൈറ്റുകൾ. വൻകര ഭൂവൽക്കം പ്രധാനമായും സാന്ദ്രത കുറഞ്ഞ ഗ്രാനൈറ്റ് പോലുള്ള ഫെൽസിക് പാറകളാൽ നിർമ്മിതമാണ്. സിലിക്കയും അലുമിനിയവും ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് സിയാൽ എന്നും അറിയപ്പെടുന്നു. ഈ ഘടനയാണ് വൻകര ഭൂവൽക്കത്തിന് സമുദ്രഭൂവൽക്കത്തേക്കാൾ കനം കൂടാനും സാന്ദ്രത കുറയാനും കാരണം. ക്രൊയേഷ്യയുടെ കറൻസി ഏതാണ്? ക്രൊയേഷ്യൻ കൂണ. ക്രൊയേഷ്യയുടെ ഔദ്യോഗിക കറൻസിയായിരുന്നു ക്രൊയേഷ്യൻ കൂണ. 2023 ജനുവരി 1 മുതൽ ക്രൊയേഷ്യ യൂറോയെ അവരുടെ കറൻസിയായി സ്വീകരിച്ചു. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത സമുദ്രഭൂവൽക്കവുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത ഏകദേശം 2.7 CubiCgRAMPERCENTIMETER സമുദ്രഭൂവൽക്കത്തേക്കാൾ കുറവാണ്. വൻകര ഭൂവൽക്കത്തിന് സമുദ്രഭൂവൽക്കത്തേക്കാൾ സാന്ദ്രത കുറവാണ്. വൻകര ഭൂവൽക്കത്തിന്റെ സാന്ദ്രത ഏകദേശം 2.7 CubiCgRAMPERCENTIMETER ആയിരിക്കുമ്പോൾ സമുദ്രഭൂവൽക്കത്തിന് ഏകദേശം 3.0 CubiCgRAMPERCENTIMETER സാന്ദ്രതയുണ്ട്. ഈ സാന്ദ്രതാ വ്യത്യാസം പ്ലേറ്റ് ടെക്ടോണിക്സിൽ വളരെ പ്രധാനമാണ്. ഇത് വൻകരകളുടെയും സമുദ്രടങ്ങളുടെയും രൂപീകരണത്തെ സ്വാധീനിക്കുന്നു. ക്യൂബയുടെ തലസ്ഥാനം ഏതാണ്? ഹവാന. കരീബിയൻ രാജ്യമായ ക്യൂബയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഹവാന. ഇത് രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണ്. ക്യൂബയുടെ കറൻസി ഏതാണ്? ക്യൂബൻ പെസോ. ക്യൂബയുടെ ഔദ്യോഗിക കറൻസിയാണ് ക്യൂബൻ പെസോ. നേരത്തെ ക്യൂബൻ കൺവേർട്ടിബിൾ പെസോയും ഉപയോഗിച്ചിരുന്നുവെങ്കിലും 2021 ഇത് പിൻവലിച്ചുകൊണ്ട് ക്യൂബൻ പെസോയെ ഏക ഔദ്യോഗിക കറൻസിയായി പ്രഖ്യാപിച്ചു. സൈപ്രസിന്റെ തലസ്ഥാനം ഏതാണ്? നിക്കോസിയ. മെഡിറ്ററേനിയൻ ദ്വീപ് രാജ്യമായ സൈപ്രസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് നിക്കോസിയ. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, ഭരണ, സാംസ്കാരിക കേന്ദ്രമാണ്. സൈപ്രസിന്റെ കറൻസി ഏതാണ്? യൂറോ. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമായ സൈപ്രസിന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. 2008 ജനുവരി 1 സൈപ്രസ് യൂറോയെ അവരുടെ കറൻസിയായി സ്വീകരിച്ചത്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം ഏതാണ്? പ്രാഗ്. മധ്യ യൂറോപ്യൻ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്രാഗ്. ഇത് യൂറോപ്പിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ കറൻസി ഏതാണ്? ചെക്ക് കൊറൂണ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക കറൻസിയാണ് ചെക്ക് കൊറൂണ. യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യമാണെങ്കിലും ചെക്ക് റിപ്പബ്ലിക് യൂറോയെ ഇതുവരെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചിട്ടില്ല. ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാണ്? കോപ്പൻഹേഗൻ. ഡെൻമാർക്കിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കോപ്പൻഹേഗൻ. ബാൾട്ടിക് കടലിനോട് ചേർന്നുള്ള സീലൻഡ്, അമാഗർ ദ്വീപുകളിലായി ഇത് സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പിലെ പ്രധാന സാംസ്കാരിക, സാമ്പത്തിക, ഭരണകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ നഗരം. ഡെൻമാർക്കിന്റെ കറൻസി എന്താണ്? ഡാനിഷ് ക്രോൺ. ഡെൻമാർക്കിന്റെയും ഗ്രീൻലാൻഡ്, ഫറോ ദ്വീപുകൾ എന്നിവയുൾപ്പെടെയുള്ള അതിന്റെ സ്വയംഭരണ പ്രദേശങ്ങളുടെയും ഔദ്യോഗിക കറൻസിയാണ് ഡാനിഷ് ക്രോൺ. ഒരു ക്രോൺ 100 ഓർ ആയി വിഭജിച്ചിരിക്കുന്നു. ജിബൂട്ടിയുടെ തലസ്ഥാനം ഏതാണ്? ജിബൂട്ടി നഗരം. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ജിബൂട്ടി നഗരം. ചെങ്കടലിനോട് ചേർന്നുള്ള ഒരു തുറമുഖ നഗരമാണിത്. രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക, ഭരണകേന്ദ്രം കൂടിയാണ് ഈ നഗരം. ജിബൂട്ടിയുടെ കറൻസി എന്താണ്? ജിബൂട്ടിയൻ ഫ്രാങ്ക്. ജിബൂട്ടിയുടെ ഔദ്യോഗിക കറൻസിയാണ് ജിബൂട്ടിയൻ ഫ്രാങ്ക്. 1949 മുതൽ ഡോളറുമായി ഒരു നിശ്ചിത വിനിമയ നിരക്കിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു കറൻസിയാണിത്. ഡൊമിനിക്കയുടെ തലസ്ഥാനം ഏതാണ്? റോസോ. കരീബിയൻ കടലിലെ ദ്വീപ് രാഷ്ട്രമായ ഡൊമിനിക്കയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് റോസോ. റോസോ നദി കാലിബിഷി കടലിലേക്ക് ചേരുന്നിടത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഡൊമിനിക്കയുടെ പ്രധാന തുറമുഖവും സാമ്പത്തിക കേന്ദ്രവുമാണ് റോസോ.
ഡൊമിനിക്കയുടെ കറൻസി എന്താണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഡൊമിനിക്ക ഉൾപ്പെടെ 8 കിഴക്കൻ കരീബിയൻ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും കറൻസിയാണ് ഈസ്റ്റ് കരീബിയൻ ഡോളർ XCD. ഈസ്റ്റ് കരീബിയൻ സെൻട്രൽ ബാങ്കാണ് ഇത് പുറത്തിറക്കുന്നത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനം ഏതാണ്? സാന്റോ ഡൊമിംഗോ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സാന്റോ ഡൊമിംഗോ. പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ യൂറോപ്യന്മാർ സ്ഥാപിച്ച ആദ്യത്തെ സ്ഥിരമായ വാസസ്ഥലങ്ങളിൽ ഒന്നാണിത്. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ കറൻസി എന്താണ്? ഡൊമിനിക്കൻ പെസോ. ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക കറൻസിയാണ് ഡൊമിനിക്കൻ പെസോ. ഈ കറൻസിക്ക് റോഡ് ഡോളർ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. കിഴക്കൻ ടിമോറിന്റെ ടിമോർ ലെസ്തെ തലസ്ഥാനം ഏതാണ്? ദില്ലി. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ കിഴക്കൻ ടിമോർ അഥവാ ടിമോർ ലെസ്തെയുടെ തലസ്ഥാനവും പ്രധാന തുറമുഖവുമാണ് ദില്ലി. പോർച്ചുഗീസ് ഭരണകാലം മുതൽ ഇത് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു. കിഴക്കൻ ടിമോറിന്റെ ടിമോർ ലെസ്തെ കറൻസി എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ. കിഴക്കൻ ടിമോറിന്റെ ഔദ്യോഗിക കറൻസി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളറാണ്. കൂടാതെ സെന്റാവോസ് എന്ന പേരിൽ പ്രാദേശിക നാണയങ്ങളും രാജ്യത്ത് പ്രചാരത്തിലുണ്ട്. ഇക്വഡോറിന്റെ തലസ്ഥാനം ഏതാണ്? ക്വിറ്റോ. ക്വിറ്റോ ഇക്വഡോറിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. ആൻഡസ് പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2850 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള തലസ്ഥാന നഗരങ്ങളിലൊന്നാണ്. ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്വഡോറിന്റെ കറൻസി ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ. 2000-ൽ ഇക്വഡോർ തങ്ങളുടെ ദേശീയ കറൻസിയായ സ്യൂക്രെ ഉപേക്ഷിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. ഈ നടപടി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്നതിന് സഹായിച്ചുവെങ്കിലും സാമ്പത്തിക നയങ്ങളിൽ രാജ്യത്തിന്റെ പരമാധികാരം കുറച്ചു. ഈജിപ്തിന്റെ തലസ്ഥാനം ഏതാണ്? കൈറോ. കൈറോ ഈജിപ്തിന്റെ തലസ്ഥാനവും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ നഗരവുമാണ്. നൈൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കേന്ദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ ഇത് ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈജിപ്തിന്റെ കറൻസി ഏതാണ്? ഈജിപ്ഷ്യൻ പൗണ്ട്. ഈജിപ്ഷ്യൻ പൗണ്ട് EGP ആണ് ഈജിപ്തിന്റെ ഔദ്യോഗിക കറൻസി. 1834-ൽ അവതരിപ്പിക്കപ്പെട്ട ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഘടകമാണ്. ഈജിപ്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെയും സ്ഥിരതയെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. എൽ സാൽവഡോറിന്റെ തലസ്ഥാനം ഏതാണ്? സാൻ സാൽവദോർ. സാൻ സാൽവദോർ എൽ സാൽവഡോറിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. മധ്യ അമേരിക്കയിലെ ഈ നഗരം രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായി വർത്തിക്കുന്നു. അഗ്നിപർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. എൽ സാൽവഡോറിന്റെ കറൻസി ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ. എൽ സാൽവദോർ 2001-ൽ തങ്ങളുടെ ദേശീയ കറൻസിയായ കോളം മാറ്റി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. ഈ നീക്കം രാജ്യത്തെ വിദേശ നിക്ഷേപത്തെ ആകർഷിക്കാനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും സഹായിച്ചു, എന്നാൽ സ്വതന്ത്ര ധനന രൂപീകരണത്തിനുള്ള സാധ്യത കുറച്ചു. ഇക്വറ്റോറിയൽ ഗിനിയുടെ തലസ്ഥാനം ഏതാണ്? മലാബോ. മലാബോ ഇക്വറ്റോറിയൽ ഗിനിയുടെ തലസ്ഥാനവും ബയോക്കോ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖ നഗരവുമാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഈ നഗരം രാജ്യത്തിന്റെ ഭരണനിർവഹണ, വാണിജ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഇതിന് സാമ്പത്തിക പ്രാധാന്യമുണ്ട്. ഇക്വറ്റോറിയൽ ഗിനിയുടെ കറൻസി ഏതാണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക് ആണ് ഇക്വറ്റോറിയൽ ഗിനിയുടെ കറൻസി. സെൻട്രൽ ആഫ്രിക്കൻ സാമ്പത്തിക സമൂഹത്തിലെ 6 രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പൊതു കറൻസിയാണിത്. ഫ്രഞ്ച് ട്രഷറിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇത് പ്രാദേശിക സാമ്പത്തിക സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നു. എറിത്രിയയുടെ തലസ്ഥാനം ഏതാണ്? അസ്മാര. അസ്മാര എറിത്രിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2325 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ആഫ്രിക്കയുടെ ലിറ്റിൽ റോം എന്നും അറിയപ്പെടുന്നു.
അതിന്റെ ഇറ്റാലിയൻ കൊളോണിയൽ വാസ്തുവിദ്യയുടെ പേരിൽ. യുനെസ്കോ ലോക പൈതൃക സൈറ്റായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എറിത്രിയയുടെ കറൻസി ഏതാണ്? നഖ്ഫ. നഖ്ഫയാണ് എറിത്രിയയുടെ ഔദ്യോഗിക കറൻസി. 1997-ൽ നിലവിൽ വന്ന ഇത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സാമ്പത്തിക പരമാധികാരത്തെയും അടയാളപ്പെടുത്തുന്നു. എറിത്രിയൻ നാണയങ്ങളിൽ രാജ്യത്തിന്റെ ചരിത്രപരമായ വ്യക്തിത്വങ്ങളും പ്രതീകങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നു. എസ്റ്റോണിയയുടെ തലസ്ഥാനം ഏതാണ്? ടാലിൻ. എസ്റ്റോണിയയുടെ തലസ്ഥാനമാണ് ടാലിൻ. ബാൾട്ടിക് കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം എസ്റ്റോണിയയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ കേന്ദ്രമാണ്. ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഇത്. യൂറോ സ്വീകരിക്കുന്നതിനു മുമ്പ് എസ്റ്റോണിയയുടെ കറൻസി എന്തായിരുന്നു? എസ്റ്റോണിയൻ ക്രോൺ. യൂറോ സ്വീകരിക്കുന്നതിനു മുമ്പ് എസ്റ്റോണിയയുടെ ഔദ്യോഗിക കറൻസിയായിരുന്നു എസ്റ്റോണിയൻ ക്രോൺ. 2011 ജനുവരി 1 എസ്റ്റോണിയ യൂറോയെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. എത്യോപ്യയുടെ തലസ്ഥാനം ഏതാണ്? അഡിസ് അബാബ. എത്യോപ്യയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയന്റെയും മറ്റ് നിരവധി അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനം ഈ നഗരമാണ്. എത്യോപ്യയുടെ കറൻസി എന്താണ്? ബിർ. എത്യോപ്യയുടെ ഔദ്യോഗിക കറൻസിയാണ് എത്യോപ്യൻ ബിർ. എത്യോപ്യൻ ദേശീയ ബാങ്കാണ് ഇത് പുറത്തിറക്കുന്നത്. ഫിജിയുടെ തലസ്ഥാനം ഏതാണ്? സുവ. ഫിജിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് സുവ. വിഇറ്റി ലേവു ദ്വീപിന്റെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് ഒരു പ്രധാന തുറമുഖ നഗരം കൂടിയാണ്. ഫിജിയുടെ കറൻസി എന്താണ്? ഫിജിയൻ ഡോളർ. ഫിജിയുടെ ഔദ്യോഗിക കറൻസിയാണ് ഫിജിയൻ ഡോളർ. 1969-ൽ ഇത് ആദ്യമായി അവതരിപ്പിച്ചു. ഫിൻലാൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ഹെൽസിങ്കി. ഫിൻലാൻഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഹെൽസിങ്കി. ബാൾട്ടിക് കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ഫിൻലാൻഡിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമാണ്. ഫിൻലാൻഡിന്റെ കറൻസി എന്താണ്? യൂറോ. 1999-ൽ യൂറോ അവതരിപ്പിച്ചതു മുതൽ ഫിൻലാൻഡിന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. യൂറോസോണിലെ അംഗരാജ്യങ്ങളിൽ ഒന്നാണ് ഫിൻലാൻഡ്. ഫ്രാൻസിന്റെ തലസ്ഥാനം ഏതാണ്? പാരീസ്. ഫ്രാൻസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പാരീസ്. ലോകത്തിലെ ഒരു പ്രധാന സാംസ്കാരിക, കലാ, ഫാഷൻ, സാമ്പത്തിക കേന്ദ്രമായി ഇത് അറിയപ്പെടുന്നു. ഫ്രാൻസിന്റെ കറൻസി എന്താണ്? യൂറോ. 1999-ൽ യൂറോ അവതരിപ്പിച്ചതു മുതൽ ഫ്രാൻസിന്റെ ഔദ്യോഗിക കറൻസിയാണ് യൂറോ. യൂറോസോണിലെ സ്ഥാപക അംഗരാജ്യങ്ങളിൽ ഒന്നാണ് ഫ്രാൻസ്. ഗാബോണിന്റെ തലസ്ഥാനം ഏതാണ്? ലിബ്രവിൽ. പടിഞ്ഞാറൻ മധ്യ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഗാബോൺ. അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ലിബ്രവിൽ. ഗാബോണിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക കേന്ദ്രമാണിത്. ഗാബോണിന്റെ കറൻസി എന്താണ്? സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. മധ്യ ആഫ്രിക്കയിലെ 6 രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന പൊതു കറൻസിയാണ് സെൻട്രൽ ആഫ്രിക്കൻ CFA ഫ്രാങ്ക്. ബാങ്ക് ഓഫ് സെൻട്രൽ ആഫ്രിക്കൻ സ്റ്റേറ്റ്സ് BEAC ആണ് ഇത് വിതരണം ചെയ്യുന്നത്. ഗാബോണും ഈ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഗാംബിയയുടെ തലസ്ഥാനം ഏതാണ്? ബഞ്ചുൽ. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഏറ്റവും ചെറിയ രാജ്യമായ ഗാംബിയയുടെ തലസ്ഥാനമാണ് ബഞ്ചുൽ. ഗാംബിയ നദിയുടെ തീരത്താണ് ഈ തുറമുഖ നഗരം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക കേന്ദ്രമാണിത്. ഗാംബിയയുടെ കറൻസി എന്താണ്? ദലാസി. 1971-ൽ ഗാംബിയൻ പൗണ്ടിന് പകരമായി നിലവിൽ വന്ന ഗാംബിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ദലാസി. സെൻട്രൽ ബാങ്ക് ഓഫ് ഗാംബിയയാണ് ഈ കറൻസി പുറത്തിറക്കുന്നത്. ജോർജിയയുടെ തലസ്ഥാനം ഏതാണ്? ടിബിലിസി. കിഴക്കൻ യൂറോപ്പും പടിഞ്ഞാറൻ ഏഷ്യയും ചേരുന്ന കൗകാസസ് മേഖലയിലെ ഒരു രാജ്യമാണ് ജോർജിയ. അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് തിബിലിസി. പുരാതന ചരിത്രവും തന്ത്രപ്രധാനമായ സ്ഥാനവും ഈ നഗരത്തിനുണ്ട്.
ജോർജിയയുടെ കറൻസി എന്താണ്? ലാറി. 1995-ൽ നിലവിൽ വന്ന ജോർജിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ലാറി. നാഷണൽ ബാങ്ക് ഓഫ് ജോർജിയയാണ് ഇത് വിതരണം ചെയ്യുന്നത്. ജോർജിയൻ ഭാഷയിൽ ലാറി എന്ന വാക്കിന് നിധി എന്നാണർത്ഥം. ജർമ്മനിയുടെ തലസ്ഥാനം ഏതാണ്? ബെർലിൻ. മധ്യ യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമാണ് ജർമ്മനി. അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെർലിൻ. സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പ്രാധാന്യവുമുള്ള ഈ നഗരം ജർമ്മനിയുടെ രാഷ്ട്രീയ കേന്ദ്രമാണ്. ജർമ്മനിയുടെ കറൻസി എന്താണ്? യൂറോ. യൂറോപ്യൻ യൂണിയനിലെ മിക്ക രാജ്യങ്ങളും ഉപയോഗിക്കുന്ന പൊതു കറൻസിയാണ് യൂറോ. 2002-ൽ ജർമ്മൻ മാർക്കിന് പകരമായി യൂറോ നിലവിൽ വന്നു. യൂറോസോണിലെ ഒരു പ്രധാന അംഗമാണ് ജർമ്മനി. ഗാനയുടെ തലസ്ഥാനം ഏതാണ്? അക്ര. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ഗാന. അതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അക്ര. ഗൾഫ് ഓഫ് ഗിനിയയുടെ തീരത്തുള്ള ഈ നഗരം ഗാനയുടെ സാമ്പത്തിക, ഭരണപരമായ കേന്ദ്രമാണ്. ഗാനയുടെ കറൻസി എന്താണ്? ഗാനിയൻ സെഡി. ഗാനയുടെ ഔദ്യോഗിക കറൻസിയാണ് ഗാനിയൻ സെഡി. 1965-ൽ ഗാന പൗണ്ടിന് പകരമായി ഇത് നിലവിൽ വന്നു. ഗാനയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ഈ കറൻസി ഉപയോഗിക്കുന്നു. ഗ്രീസിന്റെ തലസ്ഥാനം ഏതാണ്? ഏഥൻസ്. ഏഥൻസ് ഗ്രീസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. യൂറോപ്പിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നായ ഇത് ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമുള്ളതാണ്. പുരാതന ഗ്രീക്ക് നാഗരികതയുടെ ഈറ്റില്ലമായി ഏഥൻസ് അറിയപ്പെടുന്നു. ഗ്രീസിന്റെ കറൻസി എന്താണ്? യൂറോ. ഗ്രീസ് യൂറോസോണിലെ അംഗരാജ്യമായതിനാൽ യൂറോയാണ് അവിടുത്തെ ഔദ്യോഗിക കറൻസി. 2001-ൽ യൂറോ ഗ്രീസിന്റെ കറൻസിയായി മാറി. അതിനുമുമ്പ് ദ്രാഗ്മ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഗ്രനേഡയുടെ തലസ്ഥാനം ഏതാണ്? സെന്റ് ജോർജ്. കരീബിയൻ രാജ്യമായ ഗ്രനേഡയുടെ തലസ്ഥാനവും പ്രധാന തുറമുഖവുമാണ് സെന്റ് ജോർജ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സുഗന്ധവ്യഞ്ജന ഉത്പാദനത്തിനും ഈ നഗരം പ്രശസ്തമാണ്. ഗ്രനേഡയുടെ കറൻസി എന്താണ്? ഈസ്റ്റ് കരീബിയൻ ഡോളർ. ഗ്രനേഡയുടെ ഔദ്യോഗിക കറൻസി ഈസ്റ്റ് കരീബിയൻ ഡോളറാണ്. 8 ഈസ്റ്റ് കരീബിയൻ രാജ്യങ്ങൾ ഒരേ കറൻസി ഉപയോഗിക്കുന്നതിന് ഇത് തെളിവാണ്. ഇത് അവയുടെ സാമ്പത്തിക സഹകരണത്തെ സൂചിപ്പിക്കുന്നു. ഗ്വാട്ടിമാലയുടെ തലസ്ഥാനം ഏതാണ്? ഗ്വാട്ടിമാല സിറ്റി. മധ്യ അമേരിക്കൻ രാജ്യമായ ഗ്വാട്ടിമാലയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ഗ്വാട്ടിമാല സിറ്റി. രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രം എന്ന നിലയിൽ ഈ നഗരം പ്രാധാന്യമർഹിക്കുന്നു. ഗ്വാട്ടിമാലയുടെ കറൻസി എന്താണ്? ക്വെറ്റ്സാൽ. ഗ്വാട്ടിമാലയുടെ ഔദ്യോഗിക കറൻസിയാണ് ക്വെറ്റ്സാൽ. മനോഹരമായ ക്വെറ്റ്സാൽ പക്ഷിയുടെ പേരിൽ നിന്നാണ് ഈ കറൻസിയുടെ പേര് വന്നത്. ഇത് ഗ്വാട്ടിമാലയുടെ ദേശീയ പക്ഷി കൂടിയാണ്. ഗിനിയ ബിസൗവിന്റെ തലസ്ഥാനം ഏതാണ്? ബിസൗ. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയ ബിസൗവിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബിസൗ. ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക കേന്ദ്രവുമാണ്. ഗിനിയ ബിസൗവിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? പോർച്ചുഗീസ്. പോർച്ചുഗീസ് ഗിനിയ ബിസൗവിന്റെ ഔദ്യോഗിക ഭാഷയാണ്. മുൻ പോർച്ചുഗീസ് കോളനിയായിരുന്നതിനാൽ അവിടുത്തെ ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും ഈ ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ക്രിയോൾ ഭാഷയും വ്യാപകമായി സംസാരിക്കപ്പെടുന്നു. ഗിനിയയുടെ തലസ്ഥാനം ഏതാണ്? കോനാക്രി. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കോനാക്രി. രാജ്യത്തിന്റെ ഭരണ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ കോനാക്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗിനിയയുടെ കറൻസി എന്താണ്? ഗിനിയൻ ഫ്രാങ്ക്. ഗിനിയയുടെ ഔദ്യോഗിക കറൻസിയാണ് ഗിനിയൻ ഫ്രാങ്ക്. ഗിനിയയിലെ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം ഈ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. ഗയാനയുടെ കറൻസി എന്താണ്? ഗയാനീസ് ഡോളർ. ഗയാനയുടെ ഔദ്യോഗിക കറൻസിയാണ് ഗയാനീസ് ഡോളർ. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിലും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലും പ്രധാന പങ്ക് വഹിക്കുന്നു.
ലോകരാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുള്ള അറിവ് മത്സരപരീക്ഷകളിൽ ഒരു സാധാരണ ചോദ്യമാണ്. ഗയാനയിൽ പ്രബലമായ മതങ്ങൾ ഏതെല്ലാമാണ്? ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം. ഗയാന ഒരു ബഹുസ്വര സമൂഹമാണ്. ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം എന്നിവയാണ് അവിടെ പ്രധാനമായി കാണുന്ന മതങ്ങൾ. ഈ മതപരമായ വൈവിധ്യം രാജ്യത്തിന്റെ സാംസ്കാരിക ഘടനയെ രൂപപ്പെടുത്തുന്നു. ഹെയ്തിയുടെ തലസ്ഥാന നഗരം ഏതാണ്? പോർട്ട് ഓ പ്രിൻസ്. ഹെയ്തിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പോർട്ട് ഓ പ്രിൻസ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമായി വർത്തിക്കുന്നു. ലോകരാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ ഒരു സാധാരണ പൊതുവിജ്ഞാന ചോദ്യമാണ്. ഹെയ്തിയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാമാണ്? ഹെയ്തിയൻ ക്രിയോൾ, ഫ്രഞ്ച്. ഹെയ്തിക്, ഹെയ്തിയൻ ക്രിയോൾ, ഫ്രഞ്ച് എന്നിങ്ങനെ രണ്ട് ഔദ്യോഗിക ഭാഷകളുണ്ട്. ഹെയ്തിയൻ ക്രിയോൾ ഭൂരിഭാഗം ജനങ്ങളും സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് ഭരണപരവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷകളെക്കുറിച്ചുള്ള അറിവ് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ വിവരങ്ങളിൽ ഉൾപ്പെടുന്നു. ഹോണ്ടുറാസിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ടെഗൂസിഗാൽപ. ഹോണ്ടുറാസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ടെഗൂസിഗാൽപ. ഇത് രാജ്യത്തിന്റെ ഭരണപരവും സാമ്പത്തികവുമായ ഹൃദയഭാഗമാണ്. മധ്യ അമേരിക്കൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ ഒരു പ്രധാന പഠന വിഷയമാണ്. ഹോണ്ടുറാസിന്റെ കറൻസി എന്താണ്? ലെംബിറ. ഹോണ്ടുറാസിന്റെ ഔദ്യോഗിക കറൻസിയാണ് ലെംബിറ. പ്രാദേശികമായ സാമ്പത്തിക ഇടപാടുകളിലും അന്താരാഷ്ട്ര വ്യാപാരത്തിലും ഇത് ഉപയോഗിക്കുന്നു. ലോകരാജ്യങ്ങളുടെ കറൻസികളെക്കുറിച്ചുള്ള അറിവ് പൊതുവിജ്ഞാനത്തിന്റെ ഭാഗമാണ്. ഹംഗറിയുടെ തലസ്ഥാന നഗരം ഏതാണ്? ബുഡാപെസ്റ്റ്. ഹംഗറിയുടെ തലസ്ഥാനവും പ്രധാന നഗരവുമാണ് ബുഡാപെസ്റ്റ്. ഡാന്യൂബ് നദിയുടെ തീരത്തുള്ള ഈ നഗരം ചരിത്രപരമായും സാംസ്കാരികമായും യൂറോപ്പിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ മത്സരപരീക്ഷകളിൽ പ്രധാനമാണ്. ഹംഗറിയുടെ കറൻസി എന്താണ്? ഫോറിന്റ്. ഹംഗറിയുടെ ഔദ്യോഗിക കറൻസിയാണ് ഫോറിന്റ്. യൂറോപ്യൻ യൂണിയനിൽ അംഗമായിരുന്നിട്ടും ഹംഗറി അതിന്റെ സ്വന്തം കറൻസി നിലനിർത്തുന്നു. യൂറോപ്പിലെ കറൻസികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഐസ്ലാൻഡിന്റെ തലസ്ഥാന നഗരം ഏതാണ്? റെയ്യാവിക്ക്. ഐസ്ലാൻഡിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് റെയ്യാവിക്ക്. ലോകത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരമാണിത്. ഭൗമശാസ്ത്രപരമായും സാംസ്കാരികമായും ഐസ്ലാൻഡ് ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ഐസ്ലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഐസ്ലാൻഡിക്. ഐസ്ലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഐസ്ലാൻഡിക് ആണ്. ഈ പുരാതന നോർസ് ഭാഷയെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഐസ്ലാൻഡിൽ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ ഭാഷകളെക്കുറിച്ചുള്ള അറിവ് ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? ന്യൂഡൽഹി. ന്യൂഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മാറ്റിയത് 1911-ൽ ജോർജ് അഞ്ചാമൻ രാജാവാണ് പ്രഖ്യാപിച്ചത്. ഔദ്യോഗികമായി 1931-ൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസി ഏതാണ്? ഇന്ത്യൻ രൂപ. ഇന്ത്യൻ രൂപ INR ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കറൻസി നയങ്ങൾ രൂപീകരിക്കുന്നതും രൂപയുടെ വിതരണം നിയന്ത്രിക്കുന്നതും. ഇന്ത്യൻ യൂണിയൻ സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഹിന്ദിയും ഇംഗ്ലീഷും. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 343 പ്രകാരം ഹിന്ദി, ദേവനാഗരി ലിപിയിൽ യൂണിയന്റെ ഔദ്യോഗിക ഭാഷയാണ്. ഇംഗ്ലീഷ് ഒരു സഹായ ഔദ്യോഗിക ഭാഷയായി തുടരുന്നു. മതപരമായ കാര്യങ്ങളിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ്? മതേതരം, സെക്യുലർ. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സെക്യുലർ എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്. ഇത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ലെന്നും എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുമെന്നും ഉറപ്പുനൽകുന്നു. ഇന്തോനേഷ്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? ജക്കാർത്ത. ജക്കാർത്തയാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനം. ഇത് ജാവ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ മെട്രോപൊളിറ്റൻ നഗരമാണ്.
എന്നിരുന്നാലും ഭാവിയിൽ തലസ്ഥാനം നുസന്താരയിലേക്ക് മാറ്റാൻ ഇന്തോനേഷ്യ പദ്ധതിയിടുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ പ്രധാന മതം ഏതാണ്? ഇസ്ലാം. ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യൻ ഭരണഘടന 6 ഔദ്യോഗിക മതങ്ങളെ അംഗീകരിക്കുന്നുണ്ട്: ഇസ്ലാം, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതം, കത്തോലിക്ക ക്രിസ്തുമതം, ഹിന്ദുമതം, ബുദ്ധമതം, കൺഫ്യൂഷ്യനിസം. ഇറാനിലെ തലസ്ഥാന നഗരം ഏതാണ്? ടെഹ്റാൻ. ടെഹ്റാൻ ഇറാനിലെ ഏറ്റവും വലിയ നഗരവും തലസ്ഥാനവുമാണ്. ഇറാനിലെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണിത്. ഇറാനിലെ ഔദ്യോഗിക കറൻസി ഏതാണ്? ഇറാനിയൻ റിയാൽ. ഇറാനിയൻ റിയാൽ IRR ആണ് ഇറാനിലെ ഔദ്യോഗിക കറൻസി. ഇറാൻ സെൻട്രൽ ബാങ്കാണ് കറൻസിയുടെ നിയന്ത്രണം നടത്തുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം ടോമാൻ എന്ന പേരിൽ പുതിയ കറൻസി അവതരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇറാഖിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ബാഗ്ദാദ്. ഇറാഖിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബാഗ്ദാദ്. ടൈഗ്രിസ് നദിയുടെ തീരത്തുള്ള ഈ നഗരം ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ പ്രധാന സാംസ്കാരിക, വൈജ്ഞാനിക കേന്ദ്രമായിരുന്നു. ഇറാഖിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? അറബിയും കുർദിഷും. ഇറാഖിന്റെ ഭരണഘടന അനുസരിച്ച് അറബിയും കുർദിഷും രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷകളാണ്. ഈ 2 ഭാഷകൾക്കും രാജ്യത്തുടനീളം ഔദ്യോഗിക പദവിയുണ്ട്, കൂടാതെ വിവിധ പ്രദേശങ്ങളിൽ മറ്റ് ന്യൂനപക്ഷ ഭാഷകളും സംസാരിക്കപ്പെടുന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ കറൻസി എന്താണ്? യൂറോ. അയർലൻഡ് യൂറോപ്യൻ യൂണിയൻ അംഗമായതിനാൽ യൂറോയാണ് അവരുടെ ഔദ്യോഗിക കറൻസി. 1999 യൂറോ അവതരിപ്പിച്ചത്. 2002 ജനുവരി 1 മുതൽ ഇത് പൂർണ്ണമായി പ്രചാരത്തിൽ വന്നു. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏവ? ഇംഗ്ലീഷ്, ഐറിഷ്. റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ ഭരണഘടന പ്രകാരം ഐറിഷാണ് ദേശീയവും ആദ്യത്തെ ഔദ്യോഗിക ഭാഷയും. ഇംഗ്ലീഷ് രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇസ്രായേലിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ജറുസലേം. ഇസ്രായേൽ തങ്ങളുടെ തലസ്ഥാനമായി ജറുസലേമിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭൂരിഭാഗവും ടെൽ അവീവിനെയാണ് ഔദ്യോഗിക തലസ്ഥാനമായി അംഗീകരിക്കുന്നത്. ജറുസലേം ചരിത്രപരമായും മതപരമായും പ്രാധാന്യമുള്ള ഒരു നഗരമാണ്. ജറുസലേമിൽ പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുള്ള പ്രധാന മതങ്ങൾ ഏവ? ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം. ജറുസലേം ജൂതമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്നീ 3 അബ്രഹാമിക മതങ്ങൾക്കും വിശുദ്ധമായ നഗരമാണ്. വെസ്റ്റേൺ വാൾ, ചർച്ച് ഓഫ് ദ ഹോളി സെപ്പൽച്ചർ, ഡോം ഓഫ് ദ റോക്ക് എന്നിവ ഇവിടെയുള്ള പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. ഇറ്റലിയുടെ തലസ്ഥാന നഗരം ഏതാണ്? റോം. ടൈബർ നദിയുടെ തീരത്തുള്ള റോം ഇറ്റലിയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ്. പ്രാചീന റോമൻ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗമായിരുന്ന ഇത് ശാശ്വത നഗരം എന്നും അറിയപ്പെടുന്നു. ഇറ്റലിയുടെ കറൻസി എന്താണ്? യൂറോ. യൂറോപ്യൻ യൂണിയൻ സ്ഥാപക അംഗങ്ങളിൽ ഒന്നായ ഇറ്റലി 1999 ജനുവരി 1 യൂറോയെ ഔദ്യോഗിക കറൻസിയായി സ്വീകരിച്ചു. പഴയ കറൻസിയായിരുന്ന ലിറയെ മാറ്റി 2002 ജനുവരി 1 മുതൽ യൂറോ നാണയങ്ങളും നോട്ടുകളും പൂർണ്ണമായി പ്രചാരത്തിൽ വന്നു. ജമൈക്കയുടെ തലസ്ഥാന നഗരം ഏതാണ്? കിങ്സ്റ്റൺ. ജമൈക്കയുടെ തെക്കുകിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കിങ്സ്റ്റൺ രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും പ്രധാന തുറമുഖവുമാണ്. ഇത് കരീബിയൻ മേഖലയിലെ ഏറ്റവും വലിയ സ്വാഭാവിക തുറമുഖങ്ങളിൽ ഒന്നാണ്. ജമൈക്കയുടെ കറൻസി എന്താണ്? ജമൈക്കൻ ഡോളർ. ജമൈക്കൻ ഡോളർ JMD ആണ് ജമൈക്കയുടെ ഔദ്യോഗിക കറൻസി. 1969 ബ്രിട്ടീഷ് പൗണ്ടിന് പകരമായാണ് ഇത് അവതരിപ്പിച്ചത്. ജപ്പാന്റെ തലസ്ഥാന നഗരം ഏതാണ്? ടോക്കിയോ. ജപ്പാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ടോക്കിയോ. ഹോൺഷു ദ്വീപിന്റെ കിഴക്കൻ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളിൽ ഒന്നാണ് ടോക്കിയോ. ജപ്പാന്റെ കറൻസി എന്താണ്? ജാപ്പനീസ് യെൻ.
ജാപ്പനീസ് യെൻ JPY ആണ് ജപ്പാന്റെ ഔദ്യോഗിക കറൻസി. ലോകത്തിലെ പ്രധാനപ്പെട്ട കറൻസികളിൽ ഒന്നാണിത്. അന്താരാഷ്ട്ര സാമ്പത്തിക വിപണികളിൽ ഇതിന് വലിയ സ്വാധീനമുണ്ട്. ജപ്പാനിലെ മതത്തെക്കുറിച്ചുള്ള ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ്? മതേതരം. ഒരു മതേതര രാഷ്ട്രമെന്ന നിലയിൽ ജപ്പാൻ ഭരണഘടന മതസ്വാതന്ത്ര്യം ഉറപ്പുനൽകുന്നു. ഭരണകൂടം ഒരു പ്രത്യേക മതത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. പകരം എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന നൽകുന്നു. ജോർദാന്റെ തലസ്ഥാന നഗരം ഏതാണ്? അമ്മാൻ. ജോർദാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് അമ്മാൻ. രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണിത്. ജോർദാന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? അറബിക്. ജോർദാന്റെ ഔദ്യോഗിക ഭാഷ സ്റ്റാൻഡേർഡ് അറബിക് ആണ്. ദൈനംദിന ജീവിതത്തിലും മാധ്യമങ്ങളിലും പ്രാദേശിക അറബി ഭാഷാഭേദങ്ങളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് കസാക്കിസ്ഥാന്റെ തലസ്ഥാന നഗരം ഏതാണ്? അസ്താന. കസാക്കിസ്ഥാന്റെ തലസ്ഥാനമാണ് അസ്താന. 1997-ൽ ഈ നഗരം തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. 2019-ൽ ഇതിന്റെ പേര് നൂർ സുൽത്താൻ എന്ന് മാറ്റിയെങ്കിലും 2022-ൽ വീണ്ടും അസ്താന എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. കസാക്കിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? കസാഖ്, റഷ്യൻ. കസാക്കിസ്ഥാന്റെ ഭരണഘടനയനുസരിച്ച് കസാഖ് ഔദ്യോഗിക ഭാഷയാണ്. റഷ്യൻ ഭാഷയ്ക്ക് തുല്യ ഔദ്യോഗിക പദവിയുണ്ട്. ഇത് സർക്കാർ സ്ഥാപനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. കെനിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? നൈറോബി. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് നൈറോബി. ഇത് കെനിയയുടെ പ്രധാന സാമ്പത്തിക, ഭരണ കേന്ദ്രമാണ്. കെനിയയുടെ കറൻസി എന്താണ്? കെനിയൻ ഷില്ലിംഗ്. കെനിയയുടെ ഔദ്യോഗിക കറൻസിയാണ് കെനിയൻ ഷില്ലിംഗ്, കെസ്. ഈസ്റ്റ് ആഫ്രിക്കൻ ഷില്ലിംഗിന് പകരമായി 1966-ൽ ഇത് അവതരിപ്പിച്ചു. കിരിബാത്തിയുടെ തലസ്ഥാന നഗരം ഏതാണ്? തരാവ അറ്റോൾ. പസഫിക് ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയുടെ തലസ്ഥാനം തരാവ അറ്റോളാണ്. ഇത് കിരിബാത്തിയിലെ ഏറ്റവും വലിയ ജനവാസ കേന്ദ്രവും ഭരണസിരാകേന്ദ്രവുമാണ്. കിരിബാത്തിയുടെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, ഗിൽബർട്ടീസ്. കിരിബാത്തിയുടെ ഔദ്യോഗിക ഭാഷകൾ ഇംഗ്ലീഷും തദ്ദേശീയ ഭാഷയായ ഗിൽബർട്ടീസുമാണ്. ഗിൽബർട്ടീസ് ഭാഷ കിരിബാത്തി എന്നും അറിയപ്പെടുന്നു. കൊസോവോയുടെ തലസ്ഥാന നഗരം ഏതാണ്? പ്രിഷ്ടിന. കൊസോവോയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് പ്രിഷ്ടിന. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ കേന്ദ്രമായി വർത്തിക്കുന്നു. കൊസോവോയുടെ കറൻസി എന്താണ്? യൂറോ. യൂറോ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട കറൻസിയില്ലെങ്കിലും കൊസോവോയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന കറൻസിയാണ് യൂറോ. യൂറോസോണിന്റെ ഭാഗമല്ലാത്ത ഒരു രാജ്യമായിരുന്നിട്ടും യൂറോയെ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത്. കുവൈറ്റിന്റെ തലസ്ഥാന നഗരം ഏതാണ്? കുവൈറ്റ് സിറ്റി. കുവൈറ്റിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് കുവൈറ്റ് സിറ്റി. പേർഷ്യൻ ഗൾഫിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമാണ്. കുവൈറ്റിന്റെ കറൻസി എന്താണ്? കുവൈറ്റി ദിനാർ. കുവൈറ്റിന്റെ ഔദ്യോഗിക കറൻസിയാണ് കുവൈറ്റി ദിനാർ, KWD. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കറൻസികളിലൊന്നായി ഇത് അറിയപ്പെടുന്നു. കിർഗിസ്ഥാന്റെ തലസ്ഥാന നഗരം ഏതാണ്? ബിഷ്കെക്. കിർഗിസ്ഥാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബിഷ്കെക്. രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രമായി ഇത് വർത്തിക്കുന്നു. കിർഗിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷകൾ ഏവ? കിർഗിസ്, റഷ്യൻ. കിർഗിസ്ഥാൻ ഒരു മധ്യേഷ്യൻ രാജ്യമാണ്. കിർഗിസ് ഭാഷയാണ് രാജ്യത്തിന്റെ ദേശീയ ഭാഷയെങ്കിലും റഷ്യൻ ഭാഷയ്ക്ക് ഔദ്യോഗിക പദവിയുണ്ട്. ഇത് ഭരണപരവും ആശയവിനിമയപരവുമായ ആവശ്യങ്ങൾക്കായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ലാവോസിന്റെ തലസ്ഥാന നഗരം ഏതാണ്? വിയന്റിയൻ.
തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് വിയന്റിയൻ. മെക്കോങ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ലാവോസിന്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക കേന്ദ്രമാണ്. ലാവോസിലെ പ്രധാന മതം ഏതാണ്? ബുദ്ധമതം. ലാവോസിൽ ബുദ്ധമതം, പ്രത്യേകിച്ച് തേരാവാദ ബുദ്ധമതം, ഭൂരിപക്ഷം ജനങ്ങളും പിന്തുടരുന്ന മതമാണ്. രാജ്യത്തിന്റെ സംസ്കാരത്തിലും സാമൂഹിക ജീവിതത്തിലും ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ട്. ലാത്വിയയുടെ തലസ്ഥാന നഗരം ഏതാണ്? റിഗ. ബാൾട്ടിക് രാജ്യമായ ലാത്വിയയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് റിഗ. 1201 സ്ഥാപിതമായ ഈ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അതിമനോഹരമായ പഴയ നഗരത്തിന് പേരുകേട്ടതാണ്. ടെക്സ്റ്റ് പ്രകാരം ലാത്വിയയുടെ കറൻസി എന്തായിരുന്നു? ലാത്വിയൻ ലാറ്റ്സ്. ലാത്വിയ 2014 ജനുവരി 1 യൂറോ സ്വീകരിക്കുന്നതുവരെ ലാത്വിയൻ ലാറ്റ്സ് LVL ആയിരുന്നു ഔദ്യോഗിക കറൻസി. യൂറോസോണിൽ ചേരുന്നതിനു മുമ്പ് ഇത് ലാത്വിയയുടെ പരമ്പരാഗത ദേശീയ കറൻസിയായി ഉപയോഗിച്ചിരുന്നു. ലെബനന്റെ തലസ്ഥാന നഗരം ഏതാണ്? ബെയ്റൂട്ട്. മധ്യപൂർവ്വദേശ രാജ്യമായ ലെബനന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് ബെയ്റൂട്ട്. മെഡിറ്ററേനിയൻ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ലെബനന്റെ പ്രധാന തുറമുഖവും സാമ്പത്തിക, സാംസ്കാരിക കേന്ദ്രവുമാണ്. ലെബനന്റെ ഔദ്യോഗിക ഭാഷകൾ ഏവ? അറബിക്, ഫ്രഞ്ച്. ലെബനന്റെ ഔദ്യോഗിക ഭാഷ അറബിക്കാണ്. എന്നിരുന്നാലും ഫ്രഞ്ച് ഭാഷയ്ക്ക് ഒരു പ്രത്യേക പദവിയുണ്ട്. ഇത് വ്യാപകമായി സംസാരിക്കപ്പെടുകയും ഭരണത്തിലും വിദ്യാഭ്യാസത്തിലും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഇംഗ്ലീഷ് ഭാഷയും അവിടെ പ്രചാരത്തിലുണ്ട്. ലെസോത്തോയുടെ തലസ്ഥാന നഗരം ഏതാണ്? മാസേരു. ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന, പൂർണ്ണമായും ഭൂപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമായ ലെസോത്തോയുടെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമാണ് മാസേരു. കലണ്ടേല നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക, ഭരണ കേന്ദ്രമാണ്. ലെസോത്തോയുടെ കറൻസി എന്താണ്? ലോട്ടി. ലെസോത്തോയുടെ ഔദ്യോഗിക കറൻസിയാണ് ലോട്ടി LSL. ഇത് ദക്ഷിണാഫ്രിക്കൻ റാൻഡുമായി തുല്യമാണ്. കൂടാതെ ദക്ഷിണാഫ്രിക്കൻ റാൻഡ് ലെസോത്തോയിലും നിയമപരമായി സാധുവായ കറൻസിയായി ഉപയോഗിക്കുന്നു.